ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകാം കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചാട്ടോ. എത്രയോ ആയി വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, തീരെ പുറത്തേക്കൊന്നും പോയില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇതുവരെയായിട്ട് ഞങ്ങൾ ഞാൻ എന്നും പോകാൻ കഴിയാത്ത സ്ഥലമാട്ടോ ബീച്ച്. മിക്കവാറും ഞങ്ങൾ ബീച്ചിൽ പോകാറുണ്ട്. അപ്പോൾ പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടോ പോകുന്നത്. മോളും ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പം നേരം വൈകി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പം മോന് തീരെ താല്പര്യമില്ല ഇവിടേക്ക് വരാൻ. കാരണം എന്താ വെച്ചാൽ അവന് ഏച്ചിൻ്റെ അവിടെ പോകാനാട്ടോ. ജിനേട്ടൻ്റെ ഏച്ചിൻ്റെ വീട് ഇതിപ്പോൾ കാപ്പാട് ബീച്ചാണ്. കാപ്പാട് ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോകാൻ കഴിയാത്തതിൻ്റെ സങ്കടമാണോ അവൻ്റെ മുഖത്ത്. അതാണ് മനസ്സിലാവും വീഡിയോയിൽ. അധികം തീരെ സന്തോഷമല്ല അവന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടോ. പിന്നെ അച്ഛനും മോനുള്ള കളിയാണ്. അവരുടെ ഒരു ടൈമാട്ടോ അത്. ഒരു വന്നാൽ ഓടിക്കളിയും ഇതേപോലെ ഓരോന്ന് ഉണ്ടാക്കലൊക്കെ ആട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടപ്പോൾ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു കൗതുകം. അവർ വന്ന് കാണിക്കും. ഞാനും മോളും മാറി നിന്ന് കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിക്കുക കേട്ടോ. ഓൾക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാനവളും ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ ഓന് മടുക്കാൻ തുടങ്ങിക്ക്. എന്താ വെച്ചാൽ ഏച്ചിനടുന്ന് പോയിട്ട് വേഗം തിരിച്ച് വരണമല്ലോ. തണുപ്പൊക്കെ ആയതുകൊണ്ട് രണ്ടാൾക്കും പ്രശ്നവും. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടോ അവന്. നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അഞ്ചിറ്റൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കഴിഞ്ഞിട്ട് പോകാമെന്ന് ഇങ്ങനെ പറയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തിരിച്ചു കേട്ടോ. ഇനി അധികം നേരം വൈകി പോകണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഏച്ചിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഒരു അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ വരുന്ന കാര്യം. എല്ലാം അമ്മ നേരത്തെ വിളിച്ച് പറയും ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. ഇത് അമ്മയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ വരുന്നവരറിയാത്തതുകൊണ്ട് ഞങ്ങൾ സർപ്രൈസായിട്ട് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ആ ഭാഗങ്ങളൊക്കെ പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് ശരിക്കും വണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാണ്ട് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാട്ടോ അതൊക്കെ. അങ്ങനെ ഇവർ വന്ന് ചായ കൂടി കഴിഞ്ഞിട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഏച്ചിൻ്റെ മോള് വന്ന് ഞാനും ഓളും ഡാൻസും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് ഏച്ചിങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എഡിറ്റിങ് കഴിയാത്തതുകൊണ്ടുള്ള ചീത്ത കേൾക്കലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങളൊന്ന് അവിടെ തങ്ങാം കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. മക്കളൊക്കെ ഭയങ്കര ആഗ്രഹത്തോടെ പറഞ്ഞപ്പോൾ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇത് ഏച്ചിൻ്റെ ഇളയ മോളാട്ടോ. ആൾ 11 വയസ്സുള്ളെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യും. അതുപോലെ ഇപ്പം എന്തോ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. എങ്ങനെ ഉണ്ടാവും അറിയില്ല. ചെയ്യുന്നതൊന്നും മോശമാവാറില്ല. മോളുണ്ടാക്കിയത് ഓംപ്ലേറ്റ് ആട്ടോ. ഒരു വെറൈറ്റി സ്പൈസി ആയിട്ടുള്ളൊരു ഓംപ്ലേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കിടക്കുന്നത് മുകളിലാണേ. അപ്പോൾ റൂമിലെ വീഡിയോ ഒക്കെ ഒന്ന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പോൾ അതൊക്കെ മാറ്റി ഞങ്ങൾ കിടക്കാൻ നോക്കുകയാണ്. കിടക്കാൻ നോക്കുന്നുള്ളൂ കേട്ടോ. ഉറക്കം ഇങ്ങനെ എനിക്ക് വരില്ല വീട് മാറിയാലൊന്നും. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഏകദേശം 10:30 12:30 1 മണിക്കായിരിക്കും. മക്കൾ രണ്ടാളും ഉറങ്ങിയില്ലായിരുന്നു. അവർ കിടന്നുറങ്ങുമ്പോൾ കുറേ കഴിഞ്ഞു. അപ്പോൾ ഞാനും അവരോട് ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച്. എനിക്ക് ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് നേരം വൈകിയാണ് രാവിലെ എണീച്ചിരുന്നത്. ചേച്ചിൻ്റെ മോൾക്ക് പോകാനുള്ളതുകൊണ്ട് ചേച്ചി നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിൻ്റെ മോള് 10ലാട്ടോ. അപ്പോൾ അവൾക്ക് ക്ലാസ് ഉണ്ട്. രാവിലെ തന്നെ എണീച്ചപ്പോൾ കണ്ടത് ഇതാട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ അതിന് വെള്ളക്കൊന്നാട്ടോ പറയാം. നിങ്ങളവിടെ എന്താ പറയുന്നത് പറയണേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഏച്ചീൻ്റെ തറവാടാണ്. 2 കൊല്ലമായിട്ടുള്ളൂ കേട്ടോ ഇങ്ങോട്ട് താമസം മാറിയിട്ട്. മോന് ഇവിടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ കളിക്കാൻ കുറേ കൂട്ടുകാരുണ്ട്. പിന്നെ ഒരു തനി നാട്ടുപ്രദേശം. ചേച്ചിൻ്റെ മോൾക്ക് നേരത്തെ പോകാനുണ്ട്. ചായ കുടിക്കാൻ നേരത്തെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ചായക്ക് ചപ്പാത്തിയും മുട്ട റോസ്റ്റ് ചെയ്തേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കളിച്ച ക്ഷീണത്തിൽ ബത്തേക്കൊക്കെ മുറിച്ച് കഴിക്കുക കേട്ടോ. ഒരു ഉച്ചത്തേക്കുള്ള പരിപാടിയാണ്. ഇന്ന് ചോറും സാമ്പാറും അയിലക്കുട്ടി ഉണ്ട്. അയിലക്കുട്ടി തേങ്ങ അരച്ച് വെച്ചതൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പണിയിലാണ്. ചേച്ചീൻ്റെ മോൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പം ജിനേട്ടൻ കൊണ്ടാക്കാണ്.
അപ്പോൾ അതിന് മോള് പുറപ്പെട്ട് പോവുക കേട്ടോ. മോള് പോയി കഴിഞ്ഞാൽ പിന്നെ ആൾ മൂഡ് ഓഫാണ്, പിന്നെ ടി വിയും കണ്ടിരിക്കുകയാണ്. ഇപ്പം മോള് വണ്ടി കയറിയിരുന്നാൽ ബായൊക്കെ പറയാനായിട്ടുണ്ട്. അപ്പോൾ വണ്ടി കയറിയിരുന്ന അപ്പം താറ്റയാണ്. അപ്പോൾ താറ്റ പറയുന്നൊരു ഭാഗമാട്ടോ അത്. അങ്ങനെ ഞങ്ങൾ 10 മണിക്ക് ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായക്ക് സമൂസയും കട്ട്ലറ്റും അങ്ങനെ എന്തൊക്കെയായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു. ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറിൻ്റെ പരിപാടി കേട്ടോ. ഇന്ന് സാമ്പാറാണ്. അപ്പോൾ സാമ്പാർ വിസിൽ പോവാണ്ട് ഞങ്ങൾ ആക്കിയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ നിന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ ആദ്യം സംഭവിച്ചില്ല. പിന്നെ തറവാടാണ്. ചേച്ചീൻ്റെ അമ്മയും ചേച്ചിയുടെ ഭർത്താവിൻ്റെ ചേച്ചിയൊക്കെ ആയിരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. വറുത്തരയ്ക്ക് 2 കൂട്ടരും കൂടി ആയതുകൊണ്ട് പണികളൊക്കെ അവർ തന്നെയാണ്. അപ്പോൾ വറുത്തരച്ച് ചേച്ചിയെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതാക്കുകയാണ്. ഞാൻ ഒന്ന് വെറുതെ ഹെൽപ്പ് ചെയ്യാത്ത മാത്രമേ ഉള്ളൂ കേട്ടോ. ഉച്ചയ്ക്കുള്ള ചോറൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി കൂടിയിട്ടൊന്ന് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ടാട്ടോ വേഗം നോക്കുന്നത്. ഓരോ പണികളൊക്കെ ആയിട്ട് വേഗം നോക്കുകയാണ്. ചേച്ചി താഴെ നിന്നുള്ള പണികളാണ്, ഞാൻ മുകളിൽ നിന്ന് നടക്കുകയാണ്. മൂത്ത മോൾ വന്നു കഴിഞ്ഞിട്ട് അപ്പം തന്നെ പോകാമെന്ന് വിചാരിച്ചതാണ്. ബീച്ചിലൊന്നും പോകാൻ നിന്നില്ല കേട്ടോ. മൂത്ത മോൾക്ക് സുഖമില്ല, അപ്പോൾ ഒന്ന് പോകണ്ട വിചാരിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങാൻ നോക്കുകയാണേ. അപ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. അത് ഞങ്ങൾ പോകുന്നൊരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ.